കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് വെളുത്തും മെലിഞ്ഞ് നല്ല ഹൈറ്റുള്ള ഒരു മനുഷ്യൻ എൻ്റെ പുറകെ വരുമായിരുന്നു. പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ നടത്തം ഒഴിവാക്കി ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ അയാളും കയറി. എൻ്റെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയപ്പോൾ അയാളും ഇറങ്ങി. എന്നിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമായാലും ശരി ഇല്ലെങ്കിലും ശരി നിന്നെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ സഹോദരങ്ങളാരും സ്ഥലത്തില്ല, ബന്ധുക്കൾ അടുത്തില്ല, മൊബൈലില്ല, ഒരു സഹായം ഞാൻ ആരോട് ചോദിക്കും എന്നിങ്ങനെ അന്തം വിട്ട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരേ ഒരു മുഖം എന്ന് പറയുന്നത് എന്നും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ മുഖമാണ്. ഞാൻ എൻ്റെ സങ്കടം അവിടെ പറഞ്ഞു. അണ്ണ എന്ന് വിളിച്ചാണ് ഞാൻ കാര്യം പറയുന്നത്. ഞാൻ എൻ്റെ ആങ്ങളമാരെ അണ്ണ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അണ്ണ എന്ന് വിളിച്ച സമയത്ത് തന്നെ ആ മനുഷ്യൻ ശരിക്കും എൻ്റെ ആങ്ങളയായി. ഈ അണ്ണൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് മുതൽ ആ പുള്ളിക്കാരൻ്റെ ശല്യം എനിക്കില്ല. ആ പുള്ളിക്കാരനെന്നല്ല, ആ ഏരിയയിൽ ഒരുത്തനും പിന്നെ എന്നെ ശല്യം ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഏരിയയിൽ വന്ന് എൻ്റെ പെങ്ങളെ ശല്യം ചെയ്യാൻ ധൈര്യമുള്ളവൻ ആരാ എന്ന് ചോദിക്കാൻ കെൽപ്പുള്ള ഒരാങ്ങളയെ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പടച്ചവനോട് നിയോഗിച്ചു. ഇയാൾക്ക് ജോലിയും കൂലിയൊന്നുമില്ലേ, എപ്പോൾ നോക്കിയാലും കുറ്റി കലർച്ച് ഇവിടെ തന്നെ നിൽക്കുന്ന കാണാലോ എന്ന് ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചിരുന്നു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ജോലി ഏറ്റെടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ ഇരുന്നതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഞാനിത് പറഞ്ഞത്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ നോക്കുന്ന എല്ലാ ആണുങ്ങളും മോശം ഉദ്ദേശത്തോടെ നമ്മളെ നോക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാനാണ്.